രചനാ സംഭാഷണം രുദ്രപ്രിയ. കാശി ഒരു പൂവിനെ എന്നവണ്ണം പെണ്ണിനെ ഇരു കയ്യിലും കോരിയെടുത്തു. റൂമിലേക്ക് കയറി അവളെ ബെഡിൽ ചായച്ചു കിടത്തി. അവളിലേക്ക് അമർന്നു. ഒട്ടും വേദനിപ്പിക്കാതെ അവളെ തൻ്റേതാക്കി. ഇരുവരും വിയർപ്പിൽ മുങ്ങിത്താണു. കൺമണി കാശിയെ അതീവ പ്രണയത്തിൽ ഇടനെഞ്ചിൽ അമർത്തി ഉമ്മവെച്ചു. എനിക്ക് എന്തിഷ്ടമാണെന്നോ എൻ്റെ കാശിയേട്ടനെ. പെണ്ണവൻ്റെ കാതോരം ഒഴിഞ്ഞു. എനിക്കും എന്തിഷ്ടമാണെന്നോ എൻ്റെ പെണ്ണിനെ. ഇരുവരും ഒരു പുതപ്പിനുള്ളിൽ ചേർന്ന് കിടന്നു. എൻ്റെ അമ്മേ, തല വേദനിക്കുന്നു, ഒന്ന് വിടുന്നുണ്ടോ? ഞാനിപ്പോൾ നേഴ്സറി പഠിക്കുന്ന കൊച്ചു കുട്ടിയൊന്നുമല്ല ഇങ്ങനെ പിടിച്ചിരുത്താൻ. രാധയുടെ അമ്മ കയ്യിലിരുന്ന ഈരുകൊല്ലി വെച്ച് അവളുടെ തലയിലൊരു കുത്തു കൊടുത്തു. ആ, വേദനിക്കുന്നമ്മ, വേദനിക്കട്ടെ. ഇനി ഇമ്മാതിരി വർത്താനം എന്നോട് പറഞ്ഞാൽ തലമണ്ട ഞാൻ അടിക്കും. കല്യാണപ്രായം എത്തിയതൊന്നും ഞാൻ നോക്കില്ല. അയ്യോ, ഇങ്ങനെ ഒരു അമ്മ എനിക്ക് മാത്രമേ ഉണ്ടാവൂ. തലയിൽ അപ്പടി പേനുയരുമാണ്. ചീപ്പെടുത്ത് അത് ചീകി കൊല്ലണമെന്നില്ല. അവൾ ഇത്തിരിയില്ലാത്ത പിള്ളേരുടെ കൂടെ കളിക്കാൻ പോകുന്നു. വീണ്ടും ഈരുകൊല്ലി തലയിൽ അമർത്തി അമ്മ. രാധ വേദനിച്ചിട്ട കൈ വെച്ച് അമർത്തി ഒഴിഞ്ഞു. അമ്മയെ പിടിച്ച് പിന്നിലേക്ക് തള്ളിക്കൊണ്ട് എഴുന്നേറ്റ് ഒരൊറ്റ ഓട്ടം വെച്ച് കൊടുത്തു. പിന്നെ അത് ചെന്ന് നിന്നത് രമേശൻ്റെ പിന്നിലായിരുന്നു. രമേശൻ രാധയെ മുന്നിൽ പിടിച്ച് നിർത്തി. എന്താടി പ്രശ്നം? അമ്മയുടെ ഒച്ച പിന്നാമ്പുറത്ത് കേട്ടല്ലോ. ഏട്ടൻ്റെ അമ്മയ്ക്ക് നട്ട പ്രാന്താണ്. കുറേ നേരമായി എൻ്റെ തലയുമായി മല്ലയുദ്ധം തുടങ്ങിയിട്ട്. സാഹി കേട്ടപ്പോൾ ഞാനൊരു ഉന്തു വെച്ച് കൊടുത്തു. അതിൻ്റെ ബഹളമാണ്. എൻ്റെ കൊച്ചേ, നിൻ്റെ കല്യാണമാണ് അടുത്ത ആഴ്ചയിൽ. അതിൻ്റെ അല്പം വകതിരവെങ്കിലും നിനക്ക് കാണിച്ചൂടെ? ഓ പിന്നെ, എനിക്കൊന്നും പറ്റില്ല. ഞാനിങ്ങനെയാ. രാധ അകത്തേക്ക് കയറിപ്പോയി. രമേശൻ അമ്മയെ തിരഞ്ഞ് പിന്നാമ്പുറത്തേക്ക്. അമ്മേ, അമ്മേ, രാധയെ, എടി ഓടിവായോ. രമേശൻ്റെ വിളി കേട്ടപ്പോൾ രാധ വേഗം വിളികേട്ട ഭാഗത്തേക്ക് ഓടിച്ചെന്നു. രാധയെ അമ്മയെ ഇരുന്നിടത്ത് അമ്മ പിന്നിലേക്ക് വീണ് കിടക്കുന്നു. ഏട്ടാ, എന്താ പറ്റിയത് അമ്മയ്ക്ക്? അറിയില്ല, നീ ഒന്ന് പിടിച്ചേ, നമുക്ക് അകത്തേക്ക് കിടത്താം. രാധയെ രമേശനും ചേർന്ന് പിടിച്ച് അമ്മയെ അകത്ത് കിടത്തി. നീ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വാ. രാധ വേഗം അകത്തേക്ക് പോയി വെള്ളവുമായി വന്നു. രമേശൻ വെള്ളം അമ്മയുടെ മുഖത്ത് കുടഞ്ഞു. ഇല്ല, അനക്കമില്ല. രമേശൻ വേഗം ബൈക്കുമെടുത്ത് 100 മീറ്റർ അകലെ താമസിക്കുന്ന ഡോക്ടറിൻ്റെ വീട്ടിലേക്ക് പോയി അയാളെ കൂട്ടാൻ. ഈ നേരം അത്രയും രാധ വലിയ വായിൽ നിലവിളിച്ചുകൊണ്ട് അമ്മയെ ഉയർത്താനുള്ള ശ്രമമായിരുന്നു. രമേശന് പിന്നാലെ ഡോക്ടർ സുകുമാരനും അകത്തേക്ക് വന്നു. കട്ടിലിൽ കിടത്തിയിരുന്ന അമ്മയെ ഡോക്ടർ പരിശോധിച്ചു. വാടിയ മുഖവുമായി ഡോക്ടർ പുറത്തേക്ക് വന്നു. സോറി മിസ്റ്റർ രമേശൻ, നിങ്ങളുടെ അമ്മ മരിച്ചു. ഐ തിങ്ക് ഇറ്റ്സ് എ കാർഡിയക് അറസ്റ്റ്. കേട്ടത് വിശ്വസിക്കാനാകാതെ രമേശൻ തളർച്ചയോടെ ചുമരിച്ചാരി നിന്നു. രാധ അലറി നിലവിളിച്ചു. നിലവിളി ഒച്ച കേട്ട് അയൽക്കാർ ഓടിക്കൂടി. ആരൊക്കെയോ ചേർന്ന് ബോഡി വണ്ടിയിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. അലമുറയിട്ട് നിലവിളിക്കുന്ന രാധയെ സമാധാനിപ്പിക്കാൻ കൂടെയുള്ളവർക്ക് കഴിയാതെയായി. രാവിലെ ആദ്യം എഴുന്നേറ്റത് കാശിയാണ്. കൺമണിയെ പുതച്ച് കിടത്തിയിട്ടുണ്ട്. ബാത്റൂമിൽ കയറി ഫ്രഷായി ഇറങ്ങി. കതക് ചാരി വെച്ച് താഴേക്ക് ചെല്ലുമ്പോൾ അവിടെ അമ്മാവനും അമ്മയും ചായയും കുടിച്ചിരിപ്പുണ്ട്. ആഹാ, ഇന്ന് നേരത്തെയാണല്ലോ. രണ്ടുപേരും മുഖത്തോട് മൂന്ന് നോക്കി. എന്താ അമ്മേ, എന്താ മുഖം വല്ലാതിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കുട്ടാ, ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മളുടെ രാധയുടെ അമ്മ മരിച്ചു. അമ്മാവൻ വ്യസനത്തോടെ പറഞ്ഞു. എന്താ അമ്മാവ, എന്താ പറഞ്ഞത്? രാജീവൻ വിളിച്ചിരുന്നു. അവനെ അവിടെ അടുത്തുള്ള ആരോ വിളിച്ചു പറഞ്ഞതാണ്. കാശി ചുമരിൽ ചാരി നിന്നു. കണ്ണനോട് പറയണ്ടേ, ഇപ്പോൾ രാധയ്ക്ക് അവളുടെ ആവശ്യമുണ്ട്. നീ വേഗം മോളെ വിളിക്ക്. ഞാനും പത്മവും രാഗിണിയും പുറകെ കഴിഞ്ഞു വരാം. കുട്ടാ, മോളോട് ഇപ്പോൾ ഒന്നും പറയണ്ട. അവൾ അവിടെ ചെന്നറിയട്ടെ. ഞാൻ എന്ത് പറഞ്ഞ അവളെ? എന്തെങ്കിലും പറഞ്ഞ് കൊണ്ടുപോയേ പറ്റൂ. വേഗം ചെല്ല്. മുറിയിൽ ചെന്ന് ഉറങ്ങിക്കിടക്കുന്ന പെണ്ണിനെ വിളിച്ചുണർത്തി. കണ്ണേ, ഡി പെണ്ണെ, എണീറ്റേ. കുറച്ച് നേരം കാശിയേട്ടാ. പറ്റില്ല, നമുക്ക് നിൻ്റെ നാട്ടിൽ പോകാം. ശരിക്കും? കൺമണി ചാടി എണീറ്റു. ഊർന്നു പോയ ബെഡ്ഷീറ്റ് മാറിന് മുകളിൽ ചേർത്ത് പിടിച്ചു പെണ്ണ്. ആ, ശരിക്കും. നമുക്ക് രാധയെ അങ്ങോട്ട് പോയി കാണാം. ഞാനൊരു 10 മിനിറ്റ് സമയം തരും. അതിനുള്ളിൽ വേഗം റെഡിയായി വരണം. നാട്ടിൽ പോകാമെന്ന് കേട്ടപ്പോഴേ. ബാക്കിയൊന്നും ആലോചിക്കാതെ കൺമണി വേഗം ബാത്റൂമിൽ ഓടിക്കയറി. കാശി റെഡിയായി കാറിൻ്റെ ചാവിയും വാലറ്റും ATM കാർഡും എടുത്ത് താഴേക്കും പോയി. കൺമണിയും റെഡിയായി ഇറങ്ങി വന്നു. അച്ഛാ, ഞങ്ങൾ നാട്ടിൽ പോവുകയാ. കാശിയേട്ടൻ പറഞ്ഞു. രാധയ്ക്ക് എന്തായാലും ഞങ്ങൾ ചെയ്യുന്നത് സർപ്രൈസ് ആയിരിക്കും. അവളിൽ നിന്ന് എന്നെ കണ്ട് ഞെട്ടും, ഉറപ്പ്. ഇരു കൈയും
തട്ടി സന്തോഷിക്കുന്ന പെണ്ണിനെ വേദനയോടെ അമ്മയും അച്ഛനും നോക്കി. ഒരിക്കൽ കൺമണി അനാഥയായതുപോലെ ഇപ്പോൾ രാധയ്ക്കും സംഭവിച്ചിരിക്കുന്നു. അതറിയാതെയുള്ള കൺമണിയുടെ സന്തോഷം. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡിയുമായി ആംബുലൻസ് തിരികെ എത്തി. പ്രഥമ ദൃഷ്ടിയാൽ ഹൃദയാഘാതമാണെന്ന് കണ്ടെത്തി. ആംബുലൻസ് എത്തുമ്പോൾ തന്നെ രാധ അലമുറയിട്ട് നിലവിളിച്ചു. ആരൊക്കെയോ ചേർന്ന് അവളെ അകത്തേക്ക് കൊണ്ടുപോയി. ബോഡി വരാന്തയിൽ വെള്ളമുതപ്പിച്ച് കിടത്തി. പ്രായമായ ആരോ ഒരാൾ കാര്യങ്ങൾ ഏറ്റെടുത്തു. തലയ്ക്കൽ നിലവിളക്കും നാളികേരവും കത്തി ജ്വലിച്ചു. കുന്തിരിക്കത്തിൻ്റെയും ചന്ദനത്തിരിയുടെയും ഗന്ധം വായുവിൽ അലിഞ്ഞു ചേർന്നു. ആരെല്ലാമോ ചേർന്ന് രാധയെ അമ്മയുടെ അടുത്തേക്ക് അലച്ചുകൊണ്ട് അവൾ അമ്മയുടെ നെഞ്ചിലേക്ക് ചായാൻ നേരം അവളെ അടുത്തിരുന്ന ചേച്ചി പിടിച്ചു വെച്ചു. അമ്മയ്ക്കിടയ്ക്കിടയ്ക്ക് വരുന്ന നെഞ്ചുവേദന ഗ്യാസിൻ്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നതാണ്. കഴിഞ്ഞ കുറേ നാളായി അത് വല്ലാതെ കൂടുന്നുണ്ടായിരുന്നു. പക്ഷെ കാര്യമാക്കിയില്ല അമ്മയും ഞങ്ങളും. അതിപ്പോൾ അമ്മയുടെ ജീവൻ എടുക്കാൻ തക്ക തരത്തിൽ വലുതായെന്നും അറിഞ്ഞില്ല. രമേശൻ്റെ വാക്കുകൾ തപ്പിപ്പെറുക്കി. ആരോടും ഒന്നും പറയാതെ അമ്മ എല്ലാം ഉള്ളിൽ ഒതുക്കി നടക്കുകയായിരുന്നു. രമേശ, നീ ഇങ്ങനെ തുടങ്ങിയാലോ? അവളെ നീയല്ലേ ആശ്വസിപ്പിക്കേണ്ടത്? നീ ഇങ്ങനെ തളർന്നാൽ. രാജീവൻ രമേശനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. രാധയുടെ വിവാഹം കാണാതെ എൻ്റെ അമ്മ പോയി. അമ്മ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അവളുടെ വിവാഹം. ഇതൊക്കെ ഓർക്കാനും പറയാനും നീ സമാധാനമായിരിക്കും രമേശ. മോളെ, നീ ഇങ്ങനെ കരഞ്ഞാലോ? അമ്മയ്ക്കിടയ്ക്കിടയ്ക്ക് ഈ നെഞ്ചുവേദന വരുന്നതല്ലേ? അവരത് മറച്ചു വെച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതിയാവും. എല്ലാത്തിനും ഓടാൻ അവൻ മാത്രമല്ലേ ഉള്ളൂ. വീട്ടിലേക്കുള്ള വളവ് തിരിയുന്ന ചുമരിൽ പതിപ്പിച്ചിരിക്കുന്ന ആദരാഞ്ജലികൾ ഒട്ടിച്ച ഫോട്ടോയിലേക്ക് കൺമണി കണ്ണെത്തി നോക്കി. അവളുടെ കൈ കാശിയുടെ കയ്യിൽ അമർന്നു. ഒപ്പം നോട്ടം പുറത്തെ ബോർഡിലേക്കും. കാശിയും അവളെ പിന്തുടർന്ന് നോട്ടം മറഞ്ഞു. കാർ നിർത്തി. കാശിയേട്ടാ, രാധയുടെ അമ്മ മരിച്ചോ? ഇതിനാണോ നമ്മൾ? കൺമണി ഏങ്ങിക്കരഞ്ഞു. കണ്ണേ, പെട്ടെന്നുള്ള മരണമാണ്, അറ്റാക്കായിരുന്നു. ഈ സമയം രാധയെ സമാധാനിപ്പിക്കേണ്ടതും ആശ്വാസം പകരേണ്ടതും നീയാണ്. നീ ഇങ്ങനെ തളർന്നു പോയാൽ രാധയെ ആര് സമാധാനിപ്പിക്കും? കാശി കൺമണിയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഏറെ നേരം വേണ്ടി വന്നു അവളൊന്ന് ഓക്കെ ആകാൻ. അവിടെ ചെന്ന് രാധയെ കാണുമ്പോൾ നീയും കൂടി കരഞ്ഞ് ബഹളമുണ്ടാക്കി. അവളുടെ സങ്കടം കൂട്ടരുത് കണ്ണാ. എല്ലാം പറഞ്ഞ് സമ്മതിച്ചാണ് പോയതെങ്കിലും അവിടെ ചെന്ന് രാധയെ കണ്ടപ്പോൾ കൺമണിയുടെ നില തെറ്റി. കൂട്ടുകാരിമാർ പരസ്പരം ആശ്വസിക്കാൻ കഴിയാത്തത്ര രീതിയിൽ തകർന്നു പോയി. കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നവരെ ചുറ്റും നിന്നവർക്ക് വേദനയോടുകൂടി മാത്രമേ നോക്കാൻ കഴിഞ്ഞുള്ളൂ. കണ്ണേ, പോയടി, അമ്മ പോയി. കൺമണിയുടെ നെഞ്ചിൽ ചേർന്നുകൊണ്ട് രാധ പദം പറഞ്ഞു കരഞ്ഞു. ചടങ്ങുകൾ തുടങ്ങാൻ നേരം രാധയുടെ ബോധം മറഞ്ഞുപോയി. ദഹിപ്പിച്ചു കഴിഞ്ഞ് നാട്ടുകാരും മറ്റും പിരിഞ്ഞു പോയപ്പോൾ രാജീവും കാശിയും കൺമണിയും പത്മവും ശേഖരനും രാഗിണിയും മാത്രമായി. കരഞ്ഞു തളർന്നും രാധയും കൺമണിയും വീടിൻ്റെ ഒരു മൂലയിൽ ഒതുങ്ങി. രമേശൻ പിടിച്ചു നിൽക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ തളർന്നാൽ പിന്നെ പിടിച്ചു കയറാൻ കഴിയില്ല. ഉച്ചയ്ക്ക് കഞ്ഞിയും പയറും വിളമ്പുമ്പോൾ ആർക്കും വേണ്ടായിരുന്നു. രാജീവൻ്റെ അമ്മ ഗായത്രിയും അനിയത്തി രമ്യയും രാധയെ ആശ്വസിപ്പിച്ചു. ശശിചേട്ടനും ഉഷചേച്ചിയും മകൾ ദേവികയും കൂടി ചടങ്ങ് കഴിഞ്ഞാണ് വന്നത്. ശശിചേട്ടന് പണി ദൂരെയാണ്. അമ്മയും അനിയത്തിയും ഒറ്റയ്ക്കാകുമെന്ന് കരുതി രമേശൻ പോകാത്തതാണ്. അറിഞ്ഞപ്പോൾ തിരിച്ചതാണ് ശശിചേട്ടൻ. എത്തിയ ഉടനെ വീട്ടുകാരെയും കൂട്ടിയെത്തി. ശശി രമേശൻ്റെ അടുക്കലേക്കിരുന്നു. കൈ പൊതിഞ്ഞു പിടിച്ചപ്പോൾ അയാളുടെ തോളിൽ ചാരി രമേശൻ പൊട്ടിക്കരഞ്ഞു. വർഷങ്ങളായി ശശിയുടെ ഒപ്പമാണ് രമേശൻ ജോലി ചെയ്യുന്നത്. എന്ത് സങ്കടങ്ങൾക്കും ചേർത്ത് പിടിക്കുന്ന വലിയൊരാശ്വാസമാണ്. എന്ത് കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാൾ. ആ അടുപ്പം കൊണ്ട് തന്നെയാണ് ശശിചേട്ടൻ മകൾക്ക് വേണ്ടി രമേശനെ ആലോചിച്ചതുപോലും. പക്ഷേ ഇന്ന് ആ ചെറുപ്പക്കാരൻ്റെ അവസ്ഥ കാണുമ്പോൾ വേദന തോന്നുന്നു. ഉഷയും ദേവുവും അകത്തേക്ക് കയറിപ്പോയി. രാധയെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയില്ലായിരുന്നു. കൺമണിയുടെ മടിയിൽ തലചായ്ച്ച് കിടന്നുറങ്ങുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി ഉണരും. വീണ്ടും പൊട്ടിക്കരച്ചിലോടുകൂടി അവളെ കെട്ടിപ്പിടിക്കും. അത് കണ്ടു നിൽക്കുന്നവർക്ക് പോലും വലിയ വേദനയാണ് കൊടുക്കുന്നത്. ഒരമ്മയെപ്പോലെ അവളെ തൻ്റെ ചിറകിനടിയിൽ ചേർത്ത് പിടിച്ച് കൺമണി ആശ്വസിപ്പിക്കുന്നത് കാണുമ്പോൾ ആ രണ്ട് പെൺകുട്ടികളും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ കഴിയും. വൈകുന്നേരത്തോടു കൂടി രാജീവിൻ്റെ വീട്ടുകാരും ശശിചേട്ടൻ്റെ വീട്ടുകാരും മടങ്ങിപ്പോയി. അമ്മയെ കാറിൽ കയറ്റി ഇരുത്തിയത് കാശിയാണ്. ഒപ്പം അമ്മാവനും പോകുന്നുണ്ട്. രാഗിണി ചേച്ചി തൽക്കാലം രാധയുടെ വീട്ടിലാക്കി. അവിടെ എന്തെങ്കിലും പാചകത്തിന് ആവശ്യമുണ്ടെങ്കിൽ സഹായത്തിന് വേറെ ആരുമില്ല. രാഗിണി ചേച്ചിക്കും രാധയോട് വലിയ അടുപ്പമാണ്.
അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്നതിന് രാഗിണി ചേച്ചിക്ക് സന്തോഷമേ ഉള്ളൂ. ഈ അവസ്ഥയിൽ അവൾക്ക് കൂട്ടായിരിക്കേണ്ടത് തങ്ങളാണെന്നാണ് രാഗിണി ചേച്ചിയുടെ വാദം. കാശിയും തിരികെ പോകുന്നില്ലെന്ന് തീരുമാനിച്ചു. രാജീവൻ അവരെ കൊണ്ട് കുന്നത്താക്കിയിട്ട് തിരികെ വരാമെന്ന് പറഞ്ഞാണ് പോയത്. ആർക്കും ആ രണ്ടുപേരെ തനിച്ചാക്കാൻ കഴിയുമായിരുന്നില്ല. രാത്രിയിൽ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി കഴിച്ചു. രമേശനുള്ള ഭക്ഷണം മാത്രം രാഗിണി ചേച്ചി ഉണ്ടാക്കി. കാരണം ബലിയിടുന്ന ആൾക്കാർ പുറത്തുനിന്നും കഴിക്കാൻ പാടില്ല. കൺമണിയും രാധയും രാഗിണിയും ഒരു റൂമിൽ കിടന്നു. കാശിയും രാജീവനും രമേശനും ഹോളിലും വരാന്തയിലുമായി. രമേശൻ്റെ മുറി ഒഴിഞ്ഞു കിടന്നെങ്കിലും 3 പേരും ഹാളിലാണ് കിടന്നത്. രാവിലെ രമേശനെ ബലിയിടിക്കുന്നതിനായി ആളെത്തി. അയാൾ പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് രമേശൻ കാര്യങ്ങൾ ചെയ്തു. സഞ്ചാന്യം നടക്കുന്നത് വരെ ദിവസവും ബലിയിടണം. ഒരാഴ്ച വളരെ വേഗം കടന്നുപോയി. 7 ദിവസത്തെ ചടങ്ങുകൾ കഴിഞ്ഞ് ഇന്ന് എല്ലാ പേരും തിരികെ പോവുകയാണ്. രമേശനും രാധയ്ക്കും ശരിക്കും ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നത് ഇനിയാണ്. ഇത്രയും ദിവസം കാശിയും കൺമണിയും വീട്ടിലുണ്ടായിരുന്നു. രാജീവും ശശിചേട്ടനും വന്നും പോയും ഇരുന്നു. കുന്നത്തു നിന്ന് എത്ര വയ്യെങ്കിലും അച്ഛനും അമ്മയും രാവിലെ എത്തും. വൈകുന്നേരം വരെ കൂട്ടായി ഇവിടെ കാണും. എല്ലാവരും പോകുന്നു എന്നറിഞ്ഞപ്പോൾ രാധയ്ക്ക് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ കരയല്ലേ മോളെ, പത്മരാധയെ സമാധാനിപ്പിച്ചു. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കുമോ? നിങ്ങൾ 2 പേരും മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. 2 പേരും കൂടി ഞങ്ങളോടൊപ്പം കുന്നത്തേക്ക് വാ, അവിടെ കഴിയാം. പത്മം 2 പേരെയും നിറഞ്ഞ മനസ്സോടുകൂടി വിളിച്ചു. വേണ്ടമ്മേ, ഇവിടെ ഞങ്ങളുടെ അമ്മ ഉറങ്ങുന്ന മണ്ണിൽ ദിവസവും ഒരു അന്തിത്തിരി വയ്ക്കാനെങ്കിലും ഞങ്ങൾ വേണ്ടേ? സാരമില്ല, ഏട്ടനുണ്ടല്ലോ. രാധ കണ്ണുനീർ തുടച്ചു. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ കൂടുതലൊന്നും ആലോചിക്കാതെ രാധയും കൂട്ടി അവിടേക്ക് വരണം കേട്ടോ, രമേശനോട് ശേഖരൻ പറഞ്ഞു. കൺമണി രാധയെ കെട്ടിപ്പിടിച്ചു. ഇരുവർക്കും പരസ്പരം എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയില്ലായിരുന്നു. അമ്മയുടെ വിയോഗമുണ്ടാക്കിയ ശൂന്യതയുമായി രാധയും രമേശനും ഇപ്പോൾ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. രാവിലെ രമേശൻ ജോലിക്ക് പോകുമ്പോൾ രാധ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. ഏകദേശം 10-ൽ കൂടുതൽ കുട്ടികൾ രാധയുടെ അടുത്ത് ട്യൂഷൻ പഠിക്കാനായി വരുന്നുണ്ട്. എല്ലാം ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും രാധയ്ക്കത് സന്തോഷമാണ്. വൈകുന്നേരം സ്കൂൾ വിട്ട് കഴിഞ്ഞ് ഏകദേശം 7 മണിവരെ ട്യൂഷനുണ്ട്. കളിയും ചിരിയും പൊട്ടത്തരവുമായി നടന്ന പെണ്ണ് എത്ര പെട്ടെന്നാണ് പക്വതയേറിയ സ്വഭാവത്തോടു കൂടി പെരുമാറുന്നതെന്ന് രമേശൻ എപ്പോഴും ഓർക്കും. കുട്ടികളൊക്കെ ട്യൂഷൻ കഴിഞ്ഞു പോകുമ്പോൾ രമേശൻ എത്തും. നേരത്തെ വീടെത്തണമെന്നുള്ളത് കൊണ്ട് രമേശൻ കഴിയുന്നതും ദൂരെയുള്ള പണികൾ ഏറ്റെടുക്കില്ല. കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ട് പോയി. ഇടയ്ക്കിടയ്ക്ക് രാജീവൻ വിളിക്കും, വരികയും ചെയ്യും. രാധയുടെയും രമേശൻ്റെയും വിശേഷങ്ങൾ തിരക്കാൻ പറ്റുന്ന സമയങ്ങളിലൊക്കെ കാശിയും കൺമണിയും കൂടെ രാധയെ കാണാൻ വരും. രാവിലെ പതിവ് പോലെ വിശ്വത്തെ വിളിച്ചു. ഓഫീസിലെ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച് നടന്ന കാര്യം സംസാരത്തിനിടയിൽ കയറി വന്നത്. ഞാൻ വല്ലാതെ ഭയന്നിരുന്നു കാശി, ആ സംഭവം നിങ്ങളെ മോശമായ രീതിയിൽ ബാധിക്കുമോ എന്ന്. എന്തായാലും വലിയ തലവേദനയില്ലാതെ അതങ്ങ് ഒഴിഞ്ഞുപോയി. അതെന്താ വിശ്വ നീ അങ്ങനെ പറഞ്ഞത്? ആ പയ്യൻ്റെ അച്ഛൻ ഇവിടുത്തെ വലിയ റൗഡി അല്ലായിരുന്നോ? കുറച്ച് ദിവസത്തിന് മുമ്പ് ഇവിടെ നടന്ന ഗ്യാങ് വാറിൽ അയാൾ കൊല്ലപ്പെട്ടു. ആ സംഭവത്തോടെ മകനെ ഇവിടെ നിന്ന് നാട് കടത്തി എന്നാണ് അറിയുന്നത്. ആ ചെറുക്കം കൂടി ഇനി തന്തയുടെ പാത പിന്തുടർന്ന് ബന്ധുക്കളെല്ലാം കൂടി തീരുമാനിച്ച് പുറത്തെവിടെയോ അയച്ചു. എന്തായാലും ആ തലവേദന അങ്ങനെ മാറി. ശരിക്കും പറഞ്ഞാൽ വിശ്വ, എനിക്കിപ്പോഴാണ് സമാധാനമായത്. അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നാലെ പോകേണ്ടി വന്നേനെ. രാവിലെ കൺമണി എഴുന്നേൽക്കുമ്പോൾ കാശി അടുത്തില്ല. ജോഗിങ്ങിന് പോയതാണ്. മാറിൽ നിന്ന് ഓർന്നു വീണ ബെഡ്ഷീറ്റ് അവൾ ചേർത്ത് പിടിച്ച് ബാത്റൂമിലേക്ക് കയറി. 2 ദിവസമായി വല്ലാത്ത തളർച്ചയും ക്ഷീണവുമാണ്. അതുകൊണ്ട് വാഷ്റൂമിൽ നിന്നിറങ്ങി പിന്നെയും കിടന്നു. എപ്പോഴും മയങ്ങിപ്പോയി. ആരുടെയോ തലോടലും ചേർത്ത് പിടിക്കലും അവളെ നിദ്രയിൽ നിന്നുണർത്തി. എന്തു പറ്റിയടാ? ആകെ ക്ഷീണം തോന്നുന്നല്ലോ. എന്താ വയ്യേ? കൺമണി അവൻ്റെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് കിടന്നു. വയ്യെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാൻ കണ്ണേ, വച്ചുകൊണ്ടിരിക്കണ്ട. കാശിക്ക് വെപ്രാളം. അതൊന്നും വേണ്ട കാശിയേട്ടാ, നന്നായി ഉറങ്ങിയാൽ മതി. പകല് മുഴുവനും കൺമണി ഉറങ്ങി ക്ഷീണം തീർത്തു. രാവിലെ ഒന്നും കഴിച്ചിരുന്നില്ല. ഉച്ചയ്ക്ക് കാശി അവളെ നിർബന്ധിച്ച് കഴിക്കാനിരുത്തി. കഴിച്ചു തുടങ്ങിയതും വായും പൊതിഞ്ഞ് പിന്നാമ്പുറത്തേക്ക് പോയി കൺമണി. കുറേ ഛർദ്ദിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് ആശ്വാസം തോന്നി. രാഗിണി കർമ്മണിയുടെ പുറമൊഴിഞ്ഞു കൊടുത്തു. വായും മുഖവും കഴുകി എഴുന്നേൽക്കുമ്പോൾ ഇപ്പോൾ വീണു പോകുമെന്ന് തോന്നി പെണ്ണിന്. എന്നാൽ നിലത്ത് നിന്നും ഉയർന്നു പൊങ്ങിയപ്പോൾ മനസ്സിലായി കാശി എടുത്ത് ഉയർത്തിയെന്ന്. അവൻ്റെ തോളിൽ മുഖം ചേർത്ത് പിടിച്ചു. നേരെ റൂമിലേക്കാണ് കൊണ്ടുപോയത്. ബെഡിൽ കിടത്തി. കണ്ണേ,
അവളുടെ വയറിന് മേലെ കൈവച്ചു. ശരിയാണോ കണ്ണാ? ശരിക്കും. കൺമണി പോലും ഞെട്ടിപ്പോയിരുന്നു. കാരണം രാധയുടെ അമ്മയുടെ മരണവും അതിൻ്റെ ഷോക്കും ഒക്കെ ആയപ്പോൾ കഴിഞ്ഞ മാസം പീരീഡ്സ് ആയില്ലെന്നുള്ളത് കൺമണി ഓർത്തില്ല. അങ്ങനെയെങ്കിൽ 1.5 മാസം. പെണ്ണിൻ്റെ കണ്ണുകൾ വിടർന്നു. കാശി വേഗം കാറിൻ്റെ കീയും എടുത്ത് പുറത്തേക്ക് പോയി. തിരികെ വരുമ്പോൾ കയ്യിലൊരു പ്രഗ്നൻസി കിറ്റ് ഉണ്ടായിരുന്നു. നാളെ രാവിലെ വരെ കാത്തിരിക്കാനുള്ള ക്ഷമ എനിക്കില്ല കുഞ്ഞേ. നാളെ രാവിലെ ഒരിക്കൽ കൂടി നോക്കാം. കൺമണിയുടെ കൈപിടിച്ച് കാശി, ഇപ്പോൾ നോക്കിയേച്ചും വായോ പെട്ടെന്ന്. അവളെ ബാത്റൂം വരെ കൊണ്ടുചെന്നാക്കി. 10 മിനിറ്റ് കഴിഞ്ഞ് ബാത്റൂമിൻ്റെ ഡോറ് തുറന്ന് അവൾ പുറത്തേക്ക് വന്നു. കാശി അവളെയും മുറുക്കി പിടിച്ചിരിക്കുന്ന കൈയിലേക്കും മാറി മാറി നോക്കി. കണ്ണേ, എന്താണെങ്കിലും കാണിക്കടാ. കൺമണി കാശിയുടെ മുഖത്തേക്ക് നോക്കി. കൈ അവന് മുന്നിൽ തുറന്നു കാട്ടി. അതിൽ തെളിഞ്ഞിരിക്കുന്ന 2 ചുവന്ന വരകൾ കണ്ടപ്പോൾ കാശിയുടെ വിടർന്ന കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. ആ സന്തോഷത്തിൻ്റെ പ്രതിഫലനം അവളുടെ മുഖത്തും. കണ്ണേ, അവളുടെ മുഖം മുഴുവനും ചുംബിച്ചു. നിലത്തിരുന്ന ആ കുഞ്ഞു വയറിൽ മുഖം ചേർത്ത് വെച്ചു. വേഗം റെഡിയായി വാ കണ്ണ, ഹോസ്പിറ്റലിൽ പോകാം. വന്നിട്ട് എല്ലാവരോടും പറയാം. ഇരുവരും റെഡിയായി താഴേക്ക് വന്നു. പോയിട്ട് വാ മക്കളെ, മോൾക്ക് വയ്യായികയുണ്ട്, വച്ചിരുന്ന് വഷളാക്കണ്ട, അമ്മ പറഞ്ഞു. ഡോക്ടറുടെ ക്യാബിനിൽ നിന്നും നിറപുഞ്ചിരിയോടുകൂടിയാണ് ഇരുവരും പുറത്തേക്ക് ഇറങ്ങിയത്. കഴിഞ്ഞ തവണത്തെ പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. റെസ്റ്റിൻ്റെ ആവശ്യമില്ല എന്നും സൂക്ഷിച്ചാൽ മാത്രം മതിയെന്നും ഡോക്ടർ പ്രത്യേകം പറഞ്ഞു. 3 മാസത്തേക്ക് കഴിക്കാനുള്ള ഗുളികകളും കൊടുത്തു. തിരികെ വരുമ്പോൾ അടുത്തുള്ള ബേക്കറിയിൽ നിന്ന് എല്ലാവർക്കും കൊടുക്കാൻ സ്വീറ്റ്സും വാങ്ങി. ആഹാ, നിങ്ങളിങ്ങെത്തിയോ? ഞങ്ങൾ നോക്കിയിരിക്കുകയായിരുന്നു. അമ്മാവനും അമ്മയും ഉമ്മർത്ത് തന്നെ കാത്തിരിപ്പുണ്ടായിരുന്നു. കാശി കയ്യിൽ സ്വീറ്റ്സുമായി കയറി വന്നു. ഒരു കുഞ്ഞു സന്തോഷം പറയാനുണ്ട്, അതിനു മുമ്പ് അല്പം മധുരം. പറഞ്ഞതേ അമ്മ കൺമണിയെ കെട്ടിപ്പിടിച്ചിരി കവിളിലും മുത്തി. അമ്മാവൻ്റെ സന്തോഷവും പറഞ്ഞാൽ മതിയാവില്ലായിരുന്നു. അന്ന് തന്നെ കാശിയുടെ റൂം മുകളിൽ നിന്ന് താഴേക്ക് മാറ്റി. ആദ്യം മുതലേ കൺമണിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. വിവരമറിഞ്ഞപ്പോൾ രമേശനും രാജീവനും രാധയും ഒക്കെ എത്തി. രാധ കൺമണിയെ കെട്ടിപ്പിടിച്ചു. 2 പേരും ഏറെ നേരം കരഞ്ഞു. കുറച്ച് ദിവസം അവൾ കൺമണിക്കൊപ്പം ഇവിടെ നിൽക്കാൻ തയ്യാറായാണ് വന്നത്. അതുകൊണ്ട് തന്നെ രമേശനെയും തിരികെ വീട്ടിലേക്ക് വിടാൻ കാശി തയ്യാറല്ലായിരുന്നു. 2 പേരും കുറച്ച് ദിവസം കുന്നത്ത് തന്നെ താമസിച്ചാൽ മതിയെന്ന് അങ്ങനെ തീരുമാനമായി. നാളുകൾക്ക് ശേഷം കുന്നത്ത് ആഘോഷമായിരുന്നു. കാശിയുടെ നെഞ്ചിൽ മുഖം ചേർത്ത് കിടക്കുമ്പോൾ കൺമണിയുടെ മനസ്സും ഹൃദയവും ഒരുപോലെ നിറഞ്ഞിരുന്നു. കാശിയുടെ കൈ കൺമണിയുടെ വയറിനെ തഴുകുന്നുണ്ട്. കണ്ണേ, ഞാനിപ്പോൾ എത്ര സന്തോഷിക്കുന്നുണ്ടെന്നോ. ഒരുപാട് ഇഷ്ടം തോന്നുക, ഒരുപാട് ഇഷ്ടം. അവളുടെ നെറുകയിൽ ചുണ്ട് ചേർത്തു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കഥകൾ ഇടയ്ക്ക് കുറച്ച് ലേറ്റ് ആകുന്നത് ഒത്തിരി തിരക്കും ബുദ്ധിമുട്ടും ആയിപ്പോയത് കൊണ്ടാണ്. ഇനിയിപ്പോൾ ശിവരാത്രി ഉത്സവം തുടങ്ങിയത് കാരണം നമ്മുടെ അടുത്തുള്ള അമ്പലത്തിലെ മൈക്ക് സെറ്റും മറ്റുമായി ഇവിടെ എപ്പോഴും ബഹളമായിരിക്കും. അതുകൊണ്ട് പറ്റുന്നത് പോലെ വോയിസ് ചെയ്തിടാം. ആരും വഴക്കുണ്ടാക്കി പിണങ്ങി പോകരുതേ. നിറയെ സ്നേഹത്തോടെ രുദ്ര.